ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മളൊരു സൂത അച്ചാർ ഉണ്ടാക്കുകയാണ്. സൂത അച്ചാർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അച്ചാർ ഇടാൻ പോവുകയാണേ ഞങ്ങള്. അച്ചാറിനെ ഞങ്ങൾ സാധാരണ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇടുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെട്ടി ചെറുതാക്കി മുറിക്കാൻ പോവുകയാണ്. ഈ മുള്ളൊന്നും കുടുങ്ങാതെ മുറിച്ചെടുക്കണം. മുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില നല്ലോണം അരച്ചെടുക്കുക. മുളക് പൊടി ഇട്ട് ഉപ്പുപൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം കുഴച്ചെടുത്ത് മീൻ അതിലിട്ടിട്ട് കുഴക്കണം. വെച്ച് സൂത എടുത്തിട്ട് ഇതിലിട്ടിട്ട് കുഴച്ച് അവിടെ വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് വറുത്തിട്ട് നോക്കാം. കുഴച്ച് വെച്ച മീൻ ഇതാ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ട് വറുത്തിട്ട് അച്ചാർ പണി തുടങ്ങാം. ഗായ്സ്, ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ പവിത്രം നല്ലെണ്ണ. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. ഇനി നേരെ പാനിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാവുന്നു. നേരെ നമ്മൾ മുളകും ഇതൊക്കെ തേച്ച് വെച്ച ഫിഷ് നേരെ എണ്ണയിലേക്ക് ഇടുന്നു. അങ്ങനെ ഫിഷ് നല്ല ഫ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഓരോരോ ഘട്ടമാണ് ഇത്. അച്ചാറിൻ്റെ ഓരോരോ ഘട്ടം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക ഫ്രണ്ട്സ്. നമ്മളിതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനിതാ നമ്മളെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതാ ഫിഷ് ഇതാ ഇടുന്നു. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഫിഷ് എണ്ണയിലേക്ക് ചൂടെണ്ണയിലേക്ക് ഇതാ ഇടുന്നു. ഗായ്സ്, ഇനിയാണ് നമ്മൾ അടുത്ത മെയിൻ പരിപാടി. ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ അച്ചാർ പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. അടുത്ത് വെളിച്ചെണ്ണ, സോറി എണ്ണ. നല്ലോണം മൂത്ത് വരണം. എണ്ണ മൂത്ത് വരുമ്പോൾ നമ്മൾ കടുകിനെ ചടപടാ വന്ന് പൊട്ടിക്കും. കടുകൊന്ന് ചൂടായി കണ്ടിട്ടില്ല. മതിയായിട്ടാണ്. ചെറുപറ കടുക്. ഇനി അടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഐറ്റംസുകളാണ് ഉള്ളി, മുളക്, കറിവേപ്പില, ഇഞ്ചി. ഇതിലേക്ക് നമ്മൾ നല്ലോണം നോക്കി കറിവേപ്പില,
ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഐറ്റംസുകളൊക്കെ ഒന്ന് മൂപ്പിക്കുകയാണ്. ഏകദേശം ഒരു 80% മൂപ്പിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി നമ്മൾ 1, 2, 3 സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളെ അടുത്ത് ഇതിൻ്റെ കട്ട വേണമെന്ന് വെച്ചാൽ കട്ട ചേർക്കാം. ഞങ്ങൾ പൊടിയാണ് ചേർക്കുന്നത്. ഈ എണ്ണ കിടന്നിട്ട് ഇത് ഒന്നും നോക്കണം. കുരുമുളക് പൊടി ഇതിവിടെ ഉണ്ടായി ഞങ്ങൾ പൊടിച്ച കുരുമുളക് പൊടി. അപ്പം നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, ഞങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ അതാണ് ഇടുന്നത്. 1 സ്പൂൺ. അപ്പോൾ ഏകദേശം നമ്മൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം ഒന്ന് മിക്സ് ആക്കി വന്നു. അടുത്ത് നമ്മൾ സുറുക്കാണ് ചേർക്കുന്നത്. സുറുക്ക ചേർത്തിട്ട് നമ്മൾ ഒരു ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തു. ഗൈസ്, കല്ലുപ്പ് കുറച്ച് ഇടണം. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഫൈനലി ഈസ്റ്ററിൻ്റെ പിക്കിൾ പൗഡറാണ് നമ്മൾ ഫൈനലി ചേർക്കുന്നത്. ഫൈനലായിട്ട് ഓക്കെ. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചൂടാറിയിട്ട് നമ്മൾ കഴിച്ച് നോക്കാം. ഒന്ന് ചൂടാറട്ടെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. മീനച്ചാർ കുറച്ച് ചോറ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. അതാണ് ചോറ് മതി. ഡയറ്റിംഗ് ആണ് കേസ്. നമ്മൾ അച്ചാർ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ഇത്തേക്ക് സൈഡിൽ വെക്കാം. മറ്റൊരു പീസ് എടുക്കാം. ചാള ഇങ്ങനെ കുഴയ്ക്കാം. അച്ചാറിൻ്റെ ഒരു കഷ്ണം എടുക്കാം. ഇതേ വെക്കാം. നല്ല ചോറും അടിപൊളി. അച്ചാറങ്ങണ്ട്